ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന വേളയിൽ തീർത്ഥാടകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ ഈ സംവിധാനം ഏർപ്പെടുത്തിയത് വൻ വിജയമായിരുന്നുവെന്നും അടുത്ത വർഷം കൂടുതൽ ശാസ്ത്രീയമായി ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. കര, കടൽ, വ്യോമമാർഗങ്ങളിലെത്തിയ എല്ലാ തീർത്ഥാടകരുടെയും നീക്കങ്ങൾ ക്രമീകരിക്കാൻ പുതിയ ഇലക്ട്രോണിക് നിരീക്ഷണ രീതി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയ്ക്ക് പുറമെ ജിദ്ദ തുറമുഖം വഴിയുമാണ് വിദേശ തീർത്ഥാടകരെത്തുന്നത്. അടുത്ത ഉംറ സീസൺ ആരംഭിക്കുന്നതോടെ ഉംറ തീർത്ഥാടകരുടെ സേവനത്തിനും പുതിയ രീതി ഉപയോഗപ്പെടുത്തും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നടന്ന ഹജ്ജ് ഓപ്പറേഷൻ വിശദമായി പഠനവിധേയമാക്കുകയും അനുകൂല ഘടകങ്ങൾ അടുത്ത ഹജ്ജിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമെന്നും ജിദ്ദയിലെ ഹജ്ജ് മന്ത്രാലയത്തിലെ ഉന്നതരുമായി നടത്തിയ യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഹജ്ജ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തീർത്ഥാടകർക്ക് സൗകര്യമാകുന്ന രീതിയിൽ ഇലക്ട്രോണിക് സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമം തുടരുമെന്ന് ഹജ്ജ് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയും ഹജ്ജ് മന്ത്രാലയം ജിദ്ദ ഓഫീസ് മേധാവിയുമായ അബ്ദുള്ള മുഹമ്മദ് മിർഗലാനി പറഞ്ഞു. അനുമതിപത്രമില്ലാതെ ഹജ്ജിനെത്തി പിടിയിലായവരുടെ പേരിൽ ഹജ്ജ് മന്ത്രാലയവും സുരക്ഷാ വിഭാഗവുമെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച ശിക്ഷാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ.